ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാഷൻ എംപയർ. ഇന്ന് ഫ്രോക്ക് നൈറ്റി കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഫ്രോക്ക് നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ബട്ട് സൈസ് എം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരോടാണെങ്കിൽ ഫസ്റ്റ് തന്നെ സോറി പറഞ്ഞാട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. ബിക്കോസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസ് തന്നെയാണ്. അതിൽ ഡിസൈനിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാണിച്ചതിനേക്കാളും ഡിസൈൻ മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. പാറ്റേണൊക്കെ സെയിം തന്നെയാണ്. എല്ലാം വരുന്നത് കോട്ടൻ്റെ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ലാർജാണ് സൈസ്. 380 റേറ്റിലാണ് നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്. നെക്ക് വരണത് ഒരു UV പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്യുന്ന രീതിയിൽ ടൈയും കൊടുത്തിട്ടുണ്ട്. എൻഡിലായിട്ട് ഗ്യാദേഴ്സ് കൊടുത്ത് ചെറിയൊരു ഫ്രില്ല് പോലെ കിടക്കുന്ന രീതിയിലാണ് ഫ്രോക്ക് നൈറ്റി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ കോട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ലാർജ് സൈസാണെന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. മീഡിയംകാർക്കും ടൈ ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. മീഡിയം ലാർജുകാർക്കൊക്കെ ഈ സെയിം ഫ്രോക്ക് നൈറ്റി യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളേഴ്സ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരണത് ഇതുപോലെ വരുവേ, ഇങ്ങനെ വരും. സൂം ചെയ്ത് കണ്ടോ കേട്ടോ. ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്. ബാക്ക് വശം വരുമ്പോൾ ഇതുപോലെ വരും. നെക്സ്റ്റ് വരണത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ വരും. നെക്സ്റ്റ് എല്ലാം നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഏതെടുക്കണമെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ് വരണത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് വരണത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ്. ഫ്രോക്ക് നൈറ്റീസിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ DM ചെയ്യാവുന്നതാണ്. താങ്ക്